ഹായ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പത്തരമാറ്റിൻ്റെ ഇന്നത്തെ പുതിയ വിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് നന്ദുവിൻ്റെ ഉഗ്രം പ്രകടനമായിരുന്നു. എല്ലാവരെയും അതിശയപ്പെടുത്തുന്ന രീതിയിലാണ് നന്ദു തൻ്റെ കേസ് സ്വയം വാദിച്ചത്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഒരു കുഞ്ഞ് ലൈക്കും ഇടാൻ മറക്കല്ലേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണുന്നത് ശരവണൻ പറയുന്നുണ്ട് ഞാൻ ഗുണ്ടയൊന്നുമല്ല. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, പിന്നെ ഗുണ്ട ആക്ട് പ്രകാരം കുറച്ചുനാൾ ജയിലിൽ കിടന്നതോ? അതുമാത്രമല്ല, നീ രേണുവിൻ്റെ മസാജ് സെൻ്ററിൽ സ്ഥിരമായി പോകുന്നവനല്ലേ നീ? എന്നിട്ടാണോ നീ രേണുവിനെ അറിയില്ലെന്ന് പറഞ്ഞത്? നീ എന്താ അവിടെ പോകുമ്പോൾ കണ്ണു പൊത്തിയിട്ടാണോ പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരവണൻ ആകെ വിളറി വെളുത്തു ഒന്നും പറയാൻ കഴിയുന്നില്ല. പിന്നെയും നന്ദു വാദം തുടരുകയാണ്. അതൊക്കെ പോട്ടെ, പെൺകുട്ടികൾക്ക് നേരെ തൻ്റെ കൈ പൊങ്ങില്ലെന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ടാണോ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് അമ്മയുടെയും മറ്റുള്ളവരുടെയും ഒക്കെ മുൻപിൽ വെച്ച് തന്നെ നീ അവരുടെ മകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്? നിരന്തരമായി നീ അവളെ ശല്യം ചെയ്തതിനാൽ ആ അമ്മയും മകളും പോലീസ് സ്റ്റേഷനിൽ നിനക്കെതിരെ കേസ് കൊടുത്തിട്ടില്ലേ? നന്ദു അങ്ങനെ തകർക്കുകയാണ് കേട്ടോ. എന്നിട്ട് കോടതിയോട് പറയുന്നുണ്ട്, നിരവധി കേസുകളിൽ പ്രതിയായ പാവപ്പെട്ട പെൺകുട്ടികളെ ഒരു കരുണയും ഇല്ലാതെ ഉപദ്രവിക്കുന്ന ഒരു കൊടും കുറ്റവാളിയാണ് എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് എന്ന്. എനിക്ക് പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ പോകേണ്ടതായിരുന്നു, എന്നാൽ ഇനി അത് സാധിക്കില്ല. ഇനി അടുത്ത ക്യാമ്പ് നടക്കുമ്പോഴേ എനിക്കതിൽ ജോയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. എനിക്കതിൽ നിരാശയില്ല. പക്ഷേ നിയമത്തെ വെല്ലുവിളിക്കാനല്ല, നിയമത്തെ സംരക്ഷിക്കാൻ തന്നെയാണ് ഞാൻ ആ പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്. അതിന് എൻ്റെ കൈകൾ ശുദ്ധമാകണമെന്ന് എനിക്ക് തെളിയിക്കേണ്ടതുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് പല കേസുകളും തെളിയിക്കുന്നത് ക്യാമറ കണ്ണുകളിലൂടെയാണ്. അതിൻ്റെ ഒരു തെളിവ് ഞാനിവിടെ ഹാജരാക്കുന്നുണ്ട്. എന്നിട്ട് മാരാർ വക്കീലിനെ നോക്കുന്നുണ്ട്. പിന്നെ മാരാർ വക്കീൽ ഒരു പെൻഡ്രൈവ് കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് മാരാർ വക്കീൽ ആ പെൻഡ്രൈവ് കിട്ടിയതിനെ പറ്റിയൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ആ തെളിവ് വക്കീലിൻ്റെ അടുത്ത് എത്തിച്ചത് നമ്മുടെ ദേവയാനിയാണെന്ന്. അങ്ങനെ ജഡ്ജി CCTV ക്യാമറയിൽ പതിഞ്ഞ ആ ദൃശ്യങ്ങളൊക്കെ വ്യക്തമായി കണ്ടു. ജഡ്ജിക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി ബോധ്യപ്പെട്ടു. എന്നിട്ട് ജഡ്ജി ദേഷ്യത്തോടെ കസ്റ്റഡിയിലെടുത്ത പോലീസുകാരനോട് ചോദിക്കുന്നുണ്ട്, എടോ, ഈ കുട്ടി അവളുടെ ഭാഗം ന്യായീകരിക്കാൻ ലോക്കപ്പിനുള്ളിലായിരുന്നിട്ട് കൂടി കാണിച്ച മിടുക്ക് പോലും ഈ കേസിൻ്റെ അന്വേഷണത്തിൽ താൻ കാണിച്ചില്ലല്ലോ. ഇന്ന് CCTV ക്യാമറകളില്ലാത്ത സ്ഥലങ്ങളില്ല. നാളെ തന്നെ പോലെ കാക്കിയിടേണ്ട പെൺകുട്ടി, അതും ഇന്ന് പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകേണ്ട കുട്ടി, ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ ആ സ്ഥലം വരെ പോയി അന്വേഷിക്കാനും സത്യം എന്താണെന്ന് കണ്ടെത്താനും മെനക്കെടാത്ത താനൊക്കെ എന്തിനാണോ പോലീസ് യൂണിഫോം ഇട്ട് നടക്കുന്നത്? ഈ കേസിൽ പ്രത്യേകിച്ച് ഇനി വിധി പറയാനൊന്നുമില്ല. നന്ദന എന്ന പെൺകുട്ടി ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്ദനയെ കുറ്റവിമുക്തയാക്കി ഈ കോടതി നിരുപാധികം വിട്ടയക്കുന്നു. എന്നിട്ട് ജഡ്ജി നന്ദുവിനോട് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതെ, SI ആയിട്ട് വരുമ്പോൾ നീ ആ SIനെ പോലെ ആകരുത്. അങ്ങനെ ആ SIക്ക് ജഡ്ജിയുടെ വക വയറ് നിറച്ച് കിട്ടി. എന്നിട്ട് കോടതി കേസ് പുനരന്വേഷണത്തിന് വിടുന്നുണ്ട്. അങ്ങനെ നന്ദുവിനെ കോടതി വെറുതെ വിട്ടു. നവ്യക്കും നയനയ്ക്കും ഭയങ്കര സന്തോഷമായി. അവരെല്ലാവരും നന്ദുവിനെ അഭിനന്ദിക്കുന്നുണ്ട്. പിന്നെ മാരാർ വക്കീൽ വരുന്നുണ്ട്. എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, നീ ഒരു തീപ്പൊരിയാണെന്ന് നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു. നവ്യയും നയനയും സാറിൻ്റെ ഫീസ് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാരാർ വക്കീൽ പറയുന്നുണ്ട്, ഈ കേസിന് എനിക്ക് ഫീസ് ഒന്നും വേണ്ട, ഇത് ഞാൻ സ്വയം ഏറ്റെടുത്ത കേസാണ്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, അതിന് സാറിന് ഞങ്ങളെ നേരത്തെ ഒന്നും പരിചയമില്ലല്ലോ. അപ്പം മാരാർ വക്കീൽ പറയുന്നുണ്ട്, ചില കേസുകൾക്ക് ഞാൻ നേരിട്ട് എത്താറുണ്ട്, അങ്ങനെ ആണെന്ന് വിചാരിച്ചാൽ മതി. ഇനിയിപ്പോൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം, നിങ്ങളുടെ കേസിന് ഫീസ് ഇല്ല എന്നും പറഞ്ഞ് മാരാർ വക്കീൽ അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ നവ്യ പറയുന്നുണ്ട്, അമ്മ അവിടെ കാത്തിരിക്കുന്നുണ്ട്, നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാം. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അങ്ങനെ അങ്ങ് പോയാലോ, കാണേണ്ടവരെയൊക്കെ കണ്ടിട്ട് പോകാം. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ചെകുത്തൻ വേണു അടവുകളൊക്കെ ഒന്ന് മാറ്റി പിടിച്ചു കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും രക്ഷപ്പെട്ടല്ലോ, നമ്മുടെ 2 കുടുംബത്തിൻ്റെയും നാണക്കേട് ഒഴിവായി കിട്ടിയല്ലോ. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഈ കേസിൻ്റെ പിന്നിൽ ആരാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശരവണനും രേണുവും വരുന്നുണ്ട്. അപ്പോൾ വേണു പറയുന്നുണ്ട്, അവരെ ഒന്നും എനിക്ക് പരിചയമേ ഇല്ല, ഇപ്പോൾ കോടതിയിൽ വന്നത് അബദ്ധമായി പോയി എന്നും പറഞ്ഞ് വേണുവും അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ നന്ദു ശരവണനോടും രേണുവിനോടും ചോദിക്കുന്നുണ്ട്, ആ പോയവരാണോ നിങ്ങളെ ഈ പണി ഏൽപ്പിച്ചത്?
ഇത് കോടതിയായിപ്പോയി. അല്ലെങ്കിൽ അന്ന് തന്നതിൻ്റെ ബാക്കി ഇന്ന് കിട്ടിയേനെ നിങ്ങൾക്ക് 2 പേർക്കും. നല്ല ആരോഗ്യമുണ്ടല്ലോ, എന്തെങ്കിലും കൂലിപ്പണിയെടുത്ത് ജീവിക്കട നാണം കെട്ടവനെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് നവ്യ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ നോക്കി പേടിപ്പിക്കുന്നേ? പിന്നെ നയനയും പറയുന്നുണ്ട്, ഇനി SI ആയിട്ടാണ് ഞങ്ങളുടെ മോൾ ഇവിടേക്ക് വരാൻ പോകുന്നത്. അവൾക്ക് ഇവിടെ തന്നെ ചാർജ് കിട്ടിയാൽ നീ ഈ ജില്ല വിട്ട് തന്നെ പോകേണ്ടി വരും, ഓർത്തോ നീയൊക്കെ? അപ്പോൾ നന്ദു പറയുന്നുണ്ട്, നീയൊക്കെ എന്നെ മറന്നാലും ഞാൻ നിന്നെയൊക്കെ ഓർത്തിരിക്കും. ഒരുത്തി മസാജ് സെൻറ്റർ പൂട്ടിയപ്പോൾ അടുത്ത തൊഴിൽ തേടി ഇറങ്ങിയതാ. എന്നിട്ട് പറയുന്നുണ്ട്, തല്ലാൻ മാത്രമല്ല, തല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ കാരണം കൃത്യമായി ബോധിപ്പിക്കേണ്ടവരെ ബോധിപ്പിക്കാനും അറിയാം, കേസിൽ നിന്ന് ഊരിപ്പോരാനും എനിക്കറിയാം, ഓർത്തു വെച്ചോ നീയൊക്കെ എന്ന് പറഞ്ഞിട്ട് അവർ അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ രേണു ശരവണനോട് പറയുന്നുണ്ട്, നമ്മളെ ഈ കേസ് ഏൽപ്പിച്ചവൻ പോയല്ലോ. അപ്പോൾ ശരവണൻ പറയുന്നുണ്ട്, പോയിക്കോട്ടെ, പക്ഷേ നമ്മളെ ഈ കേസിൽ നിന്ന് ഊരി തരേണ്ടത് അയാളാണ്, അല്ലെങ്കിൽ അയാളും കിടന്ന് നെട്ടോട്ട് മോടേണ്ടി വരും. പിന്നെ കാണിക്കുന്നത് കനകയെയും ഗോവിന്ദനെയുമാണ്. അവർ ഭക്ഷണമൊന്നും കഴിക്കാതെ വിഷമിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കാറിൽ നിന്നിറങ്ങി നയനയും നവ്യയും നന്ദുവും എത്തുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ കനകയ്ക്കും ഗോവിന്ദനും ഭയങ്കര സന്തോഷമായി. എന്നിട്ട് കോർട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാവരും. നന്ദു തന്നെയാണ് കേസ് വാദിച്ചതെന്ന് പറഞ്ഞപ്പോൾ കനകയും ഗോവിന്ദനും അത്ഭുതപ്പെടുന്നുണ്ട്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, നാളെ മിക്കവാറും ഈ വാർത്ത പത്രത്തിൽ കാണാം. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് വാദി പ്രതിയാകുകയാണ് ചെയ്തത്. അപ്പോൾ നയന പറയുന്നുണ്ട്, ജഡ്ജി ഇവളെ നന്നായി അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. കുറേ നേരമായിട്ടൊന്നും ആരും ഭക്ഷണമൊന്നും കഴിച്ചില്ല. അങ്ങനെ എല്ലാവരും സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാൻ പോയി. പിന്നെ കാണിക്കുന്നത് അനാമികയെയും രേവതിയെയുമാണ്. അനാമികയാണെങ്കിൽ വേണുവിനെ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതിൻ്റെ ദേഷ്യത്തിലാണ്. അവൾക്ക് എത്രയും പെട്ടെന്ന് നന്ദു ജയിലിലേക്ക് പോയി എന്ന വാർത്ത അറിയണം. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെ വീടാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സന്തോഷത്തിലാണ്. നന്ദുവിന് എല്ലാവരും ചോറ് വാരി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും ഭക്ഷണം നല്ല സമാധാനത്തോടെ കഴിക്കുകയാണ്. അതിലിടയ്ക്ക് നന്ദു പറയുന്നുണ്ട്, തെറ്റ് ചെയ്തിട്ട് ആരെങ്കിലും ജയിക്കാൻ ശ്രമിച്ചാൽ എനിക്ക് വല്ലാത്തൊരു ശക്തി വരും. അതുകൊണ്ടാണ് എന്നെ കാണാൻ വന്ന മാരാർ വക്കീലിനോട് കേസ് ഞാൻ തന്നെ വാദിച്ചു കൊള്ളാം എന്ന് പറഞ്ഞത്. പിന്നെ ദൃശ്യങ്ങൾ ക്യാമറയിലും പതിഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ കേസ് ജയിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് തോന്നി. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.